വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗ വാർത്തയിലേക്കാണ്. സാമൂഹിക സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KV റാബിയ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. മലപ്പുറം കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ശാന്തകുമാർ വള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, എപ്പോഴായിരുന്നു KV റാബിയയുടെ വിയോഗം? ഇന്ന് രാവിലെ 9:30 കൂടിയാണ് റാബിയയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. തിരൂര് കോട്ടക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 59 വയസ്സായിരുന്നു റാബിയയ്ക്ക്. റാബിയ വലിയ സാമൂഹ്യ പ്രവർത്തനം, പ്രത്യേകിച്ച് അരയ്ക്കു താഴെ തളർന്ന ഒരു വനിത. 15 വയസ്സിലാണ് ഈ പോളിയോ ബാധിച്ച് തളർച്ചയുണ്ടാവുന്നത്. അതിനുശേഷം വിദ്യാഭ്യാസം തുടരാൻ കഴിയാത്ത സാഹചര്യം. തുടർന്ന് 1990 ആണ് ഈ സാക്ഷരതാ പ്രവർത്തനം സംസ്ഥാന സർക്കാർ ആരംഭിച്ചപ്പോൾ അതിൽ സജീവ പങ്കാളിയാവുകയും സ്ത്രീകൾക്കുൾപ്പെടെ സാക്ഷരത അക്ഷരങ്ങൾ പറഞ്ഞു നൽകുന്നതിലും ഈ ചക്രക്കസേരയിൽ ഇരുന്നുകൊണ്ട് അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്ത റാബിയ അവരെ 2022 രാജ്യത്തെ തന്നെ ഒരു പ്രമുഖ സാക്ഷരതാ പ്രവർത്തക എന്ന രീതിയിൽ പത്മശ്രീ നൽകി ആദരിക്കുന്ന നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിയ, തളർച്ച ഒന്നും ഇല്ല എന്ന് സമൂഹത്തിന് ബോധിപ്പിക്കുന്ന വിധത്തിൽ ആ തളർച്ചയെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായ സാമൂഹ്യ പ്രവർത്തനത്തിനും സാക്ഷരതാ പ്രവർത്തന രംഗത്തും സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് റാബിയ. റാബിയയുടെ വിയോഗം ഏറെ നഷ്ടമെന്ന് തന്നെയാണ് സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും വിലയിരുത്തുന്നത്. എന്നാലും ഇന്ന് രാവിലെ 9:30 കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഈ അന്ത്യം സംഭവിച്ചത്. ഓക്കെ, ശാന്തകുമാർ വള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. സാമൂഹിക സാക്ഷരതാ പ്രവർത്തകയായിട്ടുള്ള പത്മശ്രീ പുരസ്കാര ജേതാവ് KV റാബിയ അന്തരിച്ചിരിക്കുന്നു. 59 വയസ്സായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ, സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. മലപ്പുറം കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്.